ഡോക്ടർ എൻ ആർ മധു, അന്ധമായ മതബോധത്തിൽ ആഴ്ന്നു കിടക്കുന്ന ഒരു വിഭാഗം, അവർ ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണ്. വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഇവരുടെ വിദ്യാഭ്യാസം അതല്ല ഘടകമായിട്ട് മാറിയിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഇവർക്കൊരു ഒരു ഒരു റിയലൈസേഷൻ അവരുടെ മുന്നിലെല്ലാം യാഥാർത്ഥ്യങ്ങളുണ്ട്. കോടതിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങളൊക്കെ വരുന്നത് എന്നെല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ എങ്കിലും എന്തുകൊണ്ട് ഒരു മാറ്റം, ഒരു സമൂലമായിട്ടുള്ള മാറ്റം നമുക്ക് കാണാനാവുന്നില്ല ഈ കമ്മ്യൂണിറ്റിയിൽ? അതിൻ്റെ കാരണം ഈ മദ്രസ വിദ്യാഭ്യാസമാണ്. ഹിന്ദു സമൂഹത്തെ പോലെയോ ക്രിസ്ത്യൻ സമൂഹത്തെ പോലെ അല്ല മുസ്ലിം സമൂഹത്തിൽ വളരെ ചെറുപ്പത്തിലെ ഈ മദ്രസ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ്. അതാകട്ടെ അന്ധവിശ്വാസ ജഡിലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്രപരമായ തെളിവുകളോ ഒന്നും അവരംഗീകരിക്കില്ല. ഇപ്പോൾ ഇവിടെ കുറച്ച് മുന്നേ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ താജ്മഹലിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. പി എൻ നോക്ക് എന്ന് പറയുന്ന ഗ്രന്ഥകാരനാണ് ഈ താജ്മഹലിനെ സംബന്ധിക്കുന്ന ഒരു ഗ്രന്ഥം, അതൊരു ഹിന്ദു വാസ്തു മാതൃകയുടെ മേലെയാണ്, തേജോ മഹാലയം എന്നായിരുന്നു അതിൻ്റെ പൂർവിക നാമം എന്നൊക്കെയുള്ള വാദം ഉന്നയിച്ചത്. ഞാൻ ഈ താജ്മഹലിലെ ഈ ഒരു പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ യാത്ര ചെയ്യുകയും ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. എന്നെ അവിടെ ഫോട്ടോ എടുക്കുന്നതിൽ തടഞ്ഞു. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു താജ്മഹലിൽ ഇത്തരത്തിൽ നമുക്ക് കാശിയിലെ ജ്ഞാനവാപിയിലോ അയോധ്യയിലെയോ അല്ലെ മധുരയിലെ പോലെ പ്രത്യക്ഷമായ തെളിവുകളില്ല. ചില ഊഹാഭോഗങ്ങൾ അദ്ദേഹം എഴുതുന്നുണ്ട്. പക്ഷേ ഈ താജ്മഹലിനേക്കാളും വലിയ തെളിവുകളോടുകൂടി ഇന്ദ്രപ്രസ്ഥം അഥവാ നമ്മുടെ ദില്ലിയിൽ ആ കുത്തബ് മീനാർ എന്ന് പറയുന്ന ഒരു സൗധം ഉയർന്നു നിൽക്കുകയാണ്. ഖുത്ബുദ്ദീൻ ഐബക്ക് പണിഞ്ഞിരിക്കുന്ന ഈ കുത്തബ് മീനാർ, ഞാൻ എൻ്റെ ക്യാമറയുമായി പോയി നടന്ന് സഞ്ചരിച്ചെടുത്ത പടം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ കോംപ്ലക്സിലെ ഗണപതിയുടെ വിഗ്രഹം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ ധ്യാനബുദ്ധൻ്റെ വിഗ്രഹം ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നാന്തരം ക്ഷേത്രം, ഈ കുത്തബ് മീനാറിൻ്റെ കോംപ്ലക്സിനുള്ളിൽ ഒന്നാന്തരം ക്ഷേത്രം, അവിടെയാണ് വിഷ്ണു സ്തംഭമുള്ളത്. ആ ക്ഷേത്രം കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം, മറ്റേത് സുർക്കി സിമെൻറ്റ് കൊണ്ടാണ് ഈ കുത്തബ് മീനാർ ഉണ്ടാക്കിയിരിക്കുന്നത്, കരിങ്കല്ലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അവിടെ ഒരു ഇസ്ലാമിക വാസ്തു മാതൃക, ബാക്കി മുഴുവൻ ക്ഷേത്രമാണ്. അവിടെ സാലഭഞ്ജികകൾ, ക്ഷേത്രത്തിലെ ഈ തൂണുകളിൽ ചേർന്ന് നിൽക്കുന്ന സാലഭഞ്ജികകൾ വിഗ്രഹങ്ങളുടെ മൂക്കും മുഖവും ഒക്കെ ഛേദിച്ചതായി നമ്മളിപ്പം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ കണ്ടതുപോലെ, അയോധ്യയിൽ കണ്ടതുപോലെ ദില്ലിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ കാണുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ അവകാശവാദം ഉന്നയിക്കലല്ല ഇതിൻ്റെ, അവിടെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഈ അടുത്ത കാലത്ത് ശ്രമം നടത്തിയിരുന്നു. പക്ഷേ പുരാവസ്തു വകുപ്പ് അതിന് അനുവദിച്ചില്ല. ഇപ്പം ഞാൻ അറിയുന്നു ഇവിടെ നമ്മുടെ താജ്മഹലിൽ ഇത്തരത്തിൽ ഉറൂസ് നടന്നിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സത്യത്തിൽ അതൊരു മുസ്ലിം പള്ളിയൊന്നുമല്ല, ഒരു സ്മാരകം മാത്രമാണ്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അയോധ്യ, ഇവിടെ നമ്മുടെ ചർച്ചക്കാർ പറഞ്ഞതുപോലെ ഇപ്പോൾ അയോധ്യയിലാണെങ്കിലും കാശിയിലാണെങ്കിലും മധുരയിലാണെങ്കിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന നിരവധി തെളിവുകളുണ്ട്. AISI ഖനനം നടത്തി എടുക്കുന്ന തെളിവുകളുണ്ട്. ഇതൊന്നും അംഗീകരിക്കാത്ത ഒരു വിഭാഗം വരുന്നതിൻ്റെ കാരണം അന്ധവിശ്വാസം അവരെ ഭരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇവരെ പൊളിറ്റിക്കലായിട്ട് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഘടിതരായ ചില പ്രസ്ഥാനങ്ങളുണ്ട് എന്നുള്ളതും ഒരു വലിയ ഘടകമാണ്. അങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന, അങ്ങനെ മിസ്യൂസ് ചെയ്യാൻ നിന്നു കൊടുക്കപ്പെടുന്ന ഒരു സമൂഹം, ഇവിടെ പറയുന്ന പോലെ ഒരു സുസംഘടിത സമൂഹമാണ് ഇസ്ലാം എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ സത്യത്തിൽ ഭാരതത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിന് എല്ലാ കാലത്തും ഏറ്റവും നല്ല ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നൊരു മുഹൂർത്തമായിരുന്നു ഈ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി. അത് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വസ്തുതകളുടെ ചരിത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യമായതാണ്. ആ സമയത്ത് അത് യാതൊരു പ്രതിരോധവുമില്ലാതെ കൈമാറാൻ തയ്യാറായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമൂഹത്തോടുണ്ടാവുന്ന ആ ഒരു സ്നേഹം എത്ര വലുതാകുമായിരുന്നു. ഇപ്പോൾ കാശിയിലാണെങ്കിലും അത് തന്നെയാണ് കാണുന്നത്. അത് നടക്കാത്തതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ പുറത്തു വരുന്ന അന്ധവിശ്വാസ ജഡിലമായ ഒരു സമൂഹമാണ് അവരുടേത്. അവരുടെ നേതൃത്വം തന്നെ അങ്ങേയറ്റം ഭിന്നിച്ചു നിൽക്കുകയാണ്. ഏകശിലാ ഘടനയാണ് എന്നൊക്കെ അബ്ദുള്ള പറഞ്ഞാലും അതൊന്നുമല്ല സത്യം. ഒരാൾക്കും ഒരു തീരുമാനത്തെയും ഒരാളും അംഗീകരിക്കില്ല. പരസ്പര സംഘർഷമാണ് അവരുടെ സമൂഹത്തിൽ. ഈ വസ്തുതകളൊക്കെ നിൽക്കെ തന്നെ ഭാരതത്തിലെ ജനാധിപത്യ സംവിധാനത്തിൽ മുസ്ലിമിന് ഏറ്റവും സുരക്ഷിതത്വം നൽകാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹമായ ഹിന്ദു സമൂഹത്തിനാണ്. ആ ഹിന്ദു സമൂഹത്തിൻ്റെ ക്ഷമ എത്രത്തോളം ഉണ്ട്. 500 വർഷം കാത്തു നിൽക്കാൻ തയ്യാറായി. 5 നിമിഷം ഇസ്ലാമാണെങ്കിൽ കാത്തു നിൽക്കില്ല. ആ സ്ഥാനത്താണ് 500 വർഷം ഇവിടുത്തെ ഭാരതീയർ കാത്തു നിന്നു. വ്യവഹാരത്തിലൂടെ
അവരുടെ കേന്ദ്രങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. ഈ തരത്തിലുള്ള ഒരു സമീപനം ഇസ്ലാം സമൂഹത്തിൽ നിന്ന് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം അവരുടെ വിശുദ്ധമെന്ന് അവർ വിശേഷിപ്പിക്കുന്ന ആ ഗ്രന്ഥം തന്നെയാണ്. ഈ തച്ചുടക്കപ്പെട്ടതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കേരളത്തിലുമില്ലേ അനവധി? കേരളത്തിലുണ്ട്, നിരവധി. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് തന്നെ കൊടുങ്ങല്ലൂര് ഒരു കാളി ക്ഷേത്രം നിർമ്മിക്കാൻ വെച്ചിരുന്ന വസ്തുവകൾ വിട്ടുകൊടുത്തുകൊണ്ട് നിർമ്മിച്ചതാണ്. ഇതിൽ പരം ഉദാരമനസ്കർ എങ്ങനെയാകുക? ഇനി അതിനേക്കാൾ രസം, ഈ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഏറ്റവും വലിയ വംശഹത്യ 1921 ശേഷം നേരിട്ടത് മാറാട് കടപ്പുറത്താണ്. കോഴിക്കോട് നഗരത്തിലെ വിളിപ്പാടകൾ നിൽക്കുന്ന മാറാട് കടപ്പുറത്ത്. ഈ കോഴിക്കോട് മുസ്ലിം സമൂഹം എങ്ങനെയാണ് പ്രബലമായത്? സാമൂതിരി, ശ്രീപോർക്കലി ഭഗവതിയോ അല്ലെങ്കിൽ വളയനാട്ടമ്മയോ ഉപാസിക്കുന്ന സാമൂതിരി തമ്പുരാൻ പണിഞ്ഞു കൊടുത്തതാണ് കോഴിക്കോട്ടെ ആദ്യത്തെ മുസ്ലിം ദേവാലയം. 5 നേരം നിസ്കരിക്കാൻ അംഗബലമില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ തുറയിൽ നിന്ന് ഹിന്ദുക്കളായ ഈ മത്സ്യപ്രവർത്തകരിൽ ഒരു ആൺകുട്ടിയെങ്കിലും നിസ്കരിക്കാൻ അയക്കണം എന്ന് പറഞ്ഞയച്ച സാമൂതിരി തമ്പുരാൻ്റെ ആ ഔദാര്യം കൊണ്ട് വളർന്ന സമൂഹം ഹിന്ദുവിന് എന്താ തിരിച്ചു കൊടുത്തത്? അതായിരുന്നു മാറാട് തിരിച്ചു കൊടുത്തത്. ഈ തരത്തിൽ ഒരു താലിബാനിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര പുരോഗമനം പറയുമ്പോഴും ഒരു ശരാശരി മുസ്ലിമിൻ്റെ മനസ്സിൽ ഒരു താലിബാനിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ അതിവേഗം ആ സമൂഹത്തിലെ പുരോഗമന ചിന്താഗതിക്കാർ വരുന്നുണ്ട്. ശ്രീ ഒ അബ്ദുള്ളയെ പോലെയുള്ളവർ തടഞ്ഞാലും നിർത്താൻ സാധിക്കാത്ത തരത്തിൽ അതിവേഗം പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഇത്തരം ചർച്ചകൾ ശ്രമിക്കുന്നവർക്കും അറിയാം, നമ്മുടെ രാജ്യം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൻ്റെയും അല്ലെങ്കിൽ പുരാവസ്തു രേഖകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ക്ഷേത്രങ്ങൾ വിട്ടുകിട്ടണം എന്ന് പറയുമ്പോൾ അതിനെതിരെ ഇനി അധികകാലമൊന്നും ഇവർക്ക് പ്രതിരോധം തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അല്ല, ഇപ്പോൾ യു പിയിലെ മുസ്ലിങ്ങളൊക്കെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. ഇപ്പോൾ നേരത്തെ ശ്രീജിത്ത് ഒരു കാര്യം പറഞ്ഞു. ഞാനും വാരണാസിയിൽ പോയ സമയത്ത് ഞാൻ സഞ്ചരിച്ചതും ഒരു മുസ്ലിം, അതായത് അദ്ദേഹം തൊപ്പി വെച്ച മുസ്ലിം, താടിയൊക്കെ നീട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു മുസ്ലിം ഓടിച്ച ഓട്ടോറിക്ഷയിലാണ് ഞാൻ ആ പ്രദേശങ്ങളെല്ലാം സഞ്ചരിച്ചത്. ഈവൻ സാരാനാഥിൽ പോലും അങ്ങനെയാണ് പോയത്. അവർക്ക് ബുദ്ധിമുട്ടില്ല, അവർക്ക് വിഷമങ്ങൾ ഒന്നുമില്ല. അവർ നരേന്ദ്രമോദിയുടെയും അതുപോലെ യോഗി ആദിത്യനാഥിൻ്റെയും നേതൃത്വത്തെ അവർ അംഗീകരിക്കുന്നു. പക്ഷേ പ്രശ്നം കേരളത്തിലെ മുസ്ലിങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ഈ അജണ്ടകളെല്ലാം രൂപീകരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയല്ലേ? നേരത്തെ ഈ നമ്മുടെ ഇടത് ചരിത്രകാരന്മാരുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇടത് ജിഹാദികൾ കൃത്യമായിട്ട് തിരക്കഥ തയ്യാറാക്കി കേരളത്തിൽ നിന്ന് തൊടുത്തുവിടുന്ന അസ്ത്രങ്ങൾ, അത് തന്നെയല്ലേ ഈ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക്? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാരത് മാതാ കി ജയ് വിളിച്ചത് പോലും വലിയൊരു അപരാധം എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാനുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണം അത് നടക്കുന്നില്ല. അത് നമുക്ക് സമീപ ഭാവിയിലെങ്കിലും അത് അവസാനിപ്പിക്കാൻ ഏതെങ്കിലും രീതിയിൽ സാധിക്കുമോ? കേരളത്തിൻ്റെ കാര്യം കുറച്ച് അപകടകരമാണ് എന്നുള്ളത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളെ പോലെയോ രാജസ്ഥാനിലെ മുസ്ലിങ്ങളെ പോലെയോ അങ്ങനെ അല്ലാതിരിക്കുന്നതിന് ചില വംശീയമായ പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഉത്തരഭാരതത്തിൽ മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ, ഈ കാറിലും ഓട്ടോയിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ മുസ്ലിം സഹോദരന്മാരാണ് മിക്കയിടത്തും ഈ വണ്ടി ഓടിക്കുന്നത്. ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. ഞാനൊരു 2-3 മാസം മുന്നേ ഞാൻ ഈ യാത്ര ചെയ്ത സമയത്ത് ടാക്സി വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കുന്നു. അവർ നമ്മൾ ആരാണെന്നോ ഒന്നും അവർക്കറിയില്ല. അവരെത്ര ഹൃദ്യമായിട്ടാണ് യോഗിയെക്കുറിച്ചും നരേന്ദ്രമോദിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത്. അയോധ്യയിൽ ഞാൻ പോകുമ്പോൾ 5 വർഷം മുന്നേ ഞാൻ പോയിരുന്നു. ആ സമയത്ത് ഞാൻ പിടിച്ച വണ്ടി ഒരു മുസ്ലിമിൻ്റെ വണ്ടിയാണ്. അദ്ദേഹം അയോധ്യയിലെ രാമലാലയെക്കുറിച്ച് എത്ര വാചാലമായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് രാമലാല, ഞങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെ പൂക്കച്ചവടം നടത്തിയിട്ടും ചന്ദനത്തിരി കച്ചവടം നടത്തിയിട്ടും ഒക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവരെത്ര ഹൃദ്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു സവിശേഷമായ രാഷ്ട്രീയ സാമൂഹിക പരിതസ്ഥിതി ഈ കേരളത്തിലെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം മലയാളി ഈ ടിപ്പുവിൻ്റെയും ഹൈദരാലിയുടെയും ആക്രമണങ്ങൾ, അതൊരു കുറച്ചു കാലം മാത്രം ആക്രമണങ്ങളും പിന്നെ 21 മാപ്പിളക്കലാപവും മാത്രമേ നേരിട്ടുള്ളൂ. ഉത്തരഭാരതത്തിൽ അങ്ങനെയല്ല. അവർ നിരന്തരമായ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഉത്തരഭാരതത്തിലെ മുസ്ലിങ്ങൾ
ഈ വംശീയമായ രക്തക്കലർപ്പുകൾ അധികം സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരു പക്ഷേ തോന്നുന്നു ഇപ്പോൾ കേരളത്തിലോ എന്ന് ചോദിക്കും, കേരളത്തിൽ വംശീയമായ കലർപ്പ് ഉള്ള ഒരു സമൂഹമാണ്. കാരണം ഈ അറബി കല്യാണം, ഈജിപ്തിൽ നിന്നുമൊക്കെ വന്ന ഈ കച്ചവടക്കാർ, ആദ്യകാലത്ത് വന്ന കച്ചവടക്കാർ, ഗോത്ര സ്വഭാവമുള്ള ഈ കച്ചവടക്കാർ അറബി കല്യാണത്തിലൂടെ ഇവരെ ഒരു രക്തസങ്കലനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഗോത്ര സമൂഹത്തിൻ്റെതായ ഒരു പ്രാകൃതത്വം ഇവിടുത്തെ ഒരു ന്യൂനപക്ഷ മുസ്ലിം സമൂഹത്തെങ്കിലും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരെ എളുപ്പം തെറ്റിദ്ധരിപ്പിക്കാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള ഒരു ഗോത്രീയ സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആ ഗോത്രീയ സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും അവരുടെ നിലനിൽപ്പിനെ പോലും അപകടത്തിലാക്കിക്കൊണ്ട് രാഷ്ട്രീയമായ നേട്ടം കൊയ്യാനുമാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് തിരിച്ചറിയാനുള്ള ബുദ്ധി എന്നാണോ കേരളത്തിലെ മുസ്ലിം ആർജിക്കുന്നത് അന്നു മാത്രമേ കേരളത്തിലെ മുസ്ലിമിന് ഒരു ഭാവി ഉണ്ടാകൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാസാഗർ ഗുരുമൂർത്തി, അത് തന്നെയല്ലേ ശരി അല്ലേ? മുസ്ലിങ്ങൾ എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് ഇവരുടെ കഥ കഴിയും അല്ലേ? ഈ ഇടത് വലത് കൂട്ടുകെട്ട് അങ്ങനെ തന്നെ പറയാം, രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ 30% ആളുകളുടെ വോട്ടിന് വേണ്ടി തന്നെയല്ലേ? എനിക്ക് തോന്നുന്നത് ഇത് വോട്ടിങ്ങിനേക്കാൾ അപ്പുറത്ത് ഇത് സയാമി ചിരട്ടകളെ പോലെയാണ് ഇവര് ഈ ഇടതുപക്ഷവും ഇസ്ലാമിക ശക്തികളും ചേർന്നിരിക്കുന്നത്. അവരെന്തായാലും പിരിയുകയില്ല. അവർ ഈ പറഞ്ഞ പോലെ വിഘടനവാദത്തിന്റെ ആക്കം കൂട്ടുക മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ചുള്ള ചരിത്ര പ്രൊപ്പഗാൻഡ, ചരിത്രമല്ല ഹിസ്റ്റോറിക് പ്രൊപ്പഗാൻഡ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. അത് ഇപ്പൊ ഏത് കാലം എടുത്താലും ശരി. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് വാജ്പേയി ഗവൺമെന്റ് വന്നപ്പോൾ ആ വാജ്പേയി ഗവൺമെന്റിനെതിരെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഇനിയിപ്പോ ഹിന്ദുത്വം വരാൻ പോവുകയാണ്, ഇതര മതസ്ഥർക്കൊന്നും യാതൊരു രക്ഷയുമില്ല. ഇപ്പൊ മണിപ്പൂർ വിഷയത്തെ എത്ര സമർത്ഥമായിട്ടാണ് ഇസ്ലാമിക് ഫോഴ്സസ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ സംഘടനകളെക്കാൾ വളരെ ഊക്കോടുകൂടിയാണ് മണിപ്പൂർ വിഷയം സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പോലെ ഈ ഇടത് ജിഹാദി സഖ്യം പ്രചരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ക്രിസ്ത്യാനികൾക്ക് പോലും ഇല്ലാത്ത പരാതിയാണ് ഇവിടുത്തെ ഇസ്ലാമിക് അജണ്ട ഉള്ളത്. ഇവർ ഹാഗിയ സോഫിയെ പറ്റി പറഞ്ഞ ഒരു മിണ്ടുകയുമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഇസ്ലാം അതിന്റെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ നാവ് കൊണ്ട് സമാധാനം പറയുകയും കൈകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മതമായിട്ട് അല്ലെങ്കിൽ മത സംവിധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ അവരുടെ ലീഡർഷിപ്പ് അങ്ങനത്തെ രീതിയിലായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടങ്ങളിലുള്ള തനതായ ആചാര സവിശേഷതകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിനു മേലെ വാളിന്റെ ബലം കൊണ്ട് വിവേകാനന്ദ സ്വാമികളും പറയും, എന്നെ ആരും ചെയ്തുകൊണ്ട് കാര്യമില്ല, വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്ലാം ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട കാരണം വാളാണ്. വാളിന്റെ ബലത്താലാണ് ഇത് ലോകം മുഴുവൻ അറിയപ്പെട്ടതും ഇത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടതെന്നും വളരെ സുസ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചിലർ ചോദിക്കും അതെങ്ങനെയാണ് യുദ്ധം കൊണ്ട് ആളുകളെ കീഴടക്കുക? യുദ്ധം കൊണ്ടാണ് കീഴടക്കാൻ എളുപ്പം. അതായത് പറഞ്ഞ് ഓരോരുത്തരെയും ഉത്ബോധനം കൊടുത്ത് ദാവാ പ്രവർത്തനം നടത്തി സ്നേഹത്തോടെ ചായ സൽക്കാരം നടത്തിയാണ് ഇത്രയും പേരെ മതം മാറ്റിയെന്ന് വിശ്വസിക്കാനാണ് പ്രയാസം. ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഇംപോസിബിൾ ടു ഡെമോക്രറ്റൈസ്, അതായത് ഡെമോക്രസിയിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ സിവിലൈസ് ചെയ്യുവാൻ വളരെ പ്രയാസമുള്ള ഒരു മത സംവിധാനം തന്നെയാണ് ഇസ്ലാം. വ്യക്തികൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു പക്ഷേ വളരെ നല്ല വ്യക്തികൾ ഒരു പക്ഷേ ജനാധിപത്യ രീതിയെ അവലംബിച്ച് എല്ലാ മതസമൂഹങ്ങളും ഒരുമിച്ച് ജീവിക്കണമെന്ന രീതിയിൽ വന്നേക്കാം. പക്ഷെ ആസ് എ സിസ്റ്റം, ഒരു മത സംവിധാനം എന്ന നിലയ്ക്ക് ഇസ്ലാമിനെ ജനാധിപത്യവൽക്കരിക്കുക എന്നത് 100% ഇംപോസിബിൾ ആണ്. അതിന് കാരണം അള്ളാഹു അല്ലെങ്കിൽ ദൈവം, പ്രവാചകൻ, ഈ രണ്ടു പേരുടെ അന്തിമ തീരുമാനമായിട്ടുള്ള ഗ്രന്ഥത്തിനപ്പുറത്ത് മറ്റൊരു ഓഥോറിറ്റിയെയും ഒരു യഥാർത്ഥ വിശ്വാസി അംഗീകരിക്കരുത് എന്നാണ് അവരുടെ അടിസ്ഥാനപരമായ മതനിയമം. അപ്പൊ ആ മതനിയമത്തെ ചെറുപ്പം മുതലേ അന്ധമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണഘടന എന്ന് പറയുന്നതൊന്നും അവരെ സംബന്ധിച്ച് പ്രസക്തമല്ല. അത് തൽക്കാലം ഈ ഒരു ജനാധിപത്യ സമൂഹത്തിൽ എത്തിപ്പെടുമ്പോൾ ഭരണഘടന ഒരു ഒട്ടൊക്കെ അംഗീകരിക്കുന്നതല്ലാതെ ഇത് പരമമാണ് എന്ന് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കില്ല. അത് ശരിയ നിയമമാണ്, അതായത് ഇസ്ലാമിക നിയമത്തെ അംഗീകരിച്ച് മാത്രമേ അവർ ജീവിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വിഘടിച്ച് നിൽക്കുന്ന സമൂഹങ്ങളോട് നിയമപരമായി സംവദിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോ താജ്മഹൽ ആണെങ്കിലും ഗ്യാൻവാബി ആണെങ്കിലും അയോധ്യ ആണെങ്കിലും മഥുരയാണെങ്കിലും കാശി ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് വി ആർ ഗോയിങ് ടു ലീഗലി ഹാവ് എ ഡിസ്കോഴ്സ് വിത്ത് ദം. ഒരു നിയമപരമായ സംവാദമാണ് ഉദ്ദേശിക്കുന്നത്.
ആ നിയമപരമായ സംവാദത്തിന്റെ ഒടുവിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പരമോന്നത കോടതി ആർക്ക് അനുകൂലമായാണോ വിധിക്കുന്നത്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ സമൂഹത്തെ അംഗീകരിക്കുക, ആ വിധിയെ അംഗീകരിക്കുക എന്നുള്ള ജനാധിപത്യ രീതി പോലും അവലംബിക്കുന്നില്ല. അയോധ്യയിൽ ഇത്രയും കാലത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ വീതിച്ചു കിട്ടിയ സ്ഥലത്ത് രാമക്ഷേത്രം ഉയർന്നപ്പോൾ പോലും ഇന്നും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഹെയ്റ്റ് ക്യാമ്പയിനാണ്. അതിൽ അവർ പറയുന്നത് പള്ളിപ്പറമ്പിലെ രാമൻ എന്നാണ് പറയുന്നത്. അതിന് ആ പള്ളി ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതാണ് അടിസ്ഥാന വാദം എന്നത് പോലും തമസ്കരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇത് വളരെ അപ്പൊ അതുകൊണ്ട് ഇവരെ പിന്നെ പറഞ്ഞു നന്നാക്കാം, ഇവർ ഉള്ളുകൊണ്ട് മാറുമെന്നൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ഈ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുക എന്ന് പറയും. നമ്മൾ ഒരു മൃഗത്തെ മെരുക്കുന്നത് പോലെ എല്ലാ വിഭാഗം ആളുകളുടെയും മുനയും മൂർച്ചയും ഒക്കെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരുമിച്ച് ജീവിച്ച് ബഹുസ്വരതയിലൂടെ ഒരല്പം മുള്ളുകളൊക്കെ ഒടിഞ്ഞു പോകുമെന്നല്ലാതെ അടിസ്ഥാനപരമായ ആ പരമത നിന്ദ അല്ലെങ്കിൽ പരമതങ്ങളുടെ ആരാധനാ സമ്പ്രദായം ശിർക്കാണ്, അത് ഏറ്റവും വലിയ പാപമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിൽ നിന്നും മതസ്ഥർക്ക് സ്വന്തം അതായത് അവർ ആരാധനാലയം വിട്ടുകൊടുക്കുന്ന അവർ ചിന്തിക്കില്ല. അതിനെ വിദ്യാസാഗർ പിന്നെയും പ്രശ്നങ്ങളുണ്ട്. ഞാൻ സലീം മടവൂരിലേക്ക് പോവുകയാണ്. സലീം മടവോ, അയോധ്യയിലെ രാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകണം. അതിൽ നിന്ന് ഒരു കാരണവശാലും പിറകോട്ട് പോകാനാവില്ല, ബഹുമാനിക്കണം എന്ന ഒരു പ്രസ്താവനയുമായി നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇവിടെ ആദ്യം ശ്രീ വിദ്യാസാഗർ ഇവിടെ പറഞ്ഞ എനിക്ക് അദ്ദേഹം എന്തൊക്കെ തമാശ പറഞ്ഞു നോക്കുന്നത്. അദ്ദേഹത്തിന്റെ അസത്യ പ്രസ്താവന പൂർത്തീകരിക്കാൻ ഈ സംവിധാനം ടെക്നിക്കൽ എറർ കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം കോടതി വിധിയെ അംഗീകരിക്കണം എന്നാ പറയുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത്. തുടക്കം തൊട്ടേ ഈ രാജ്യത്തെ ജനാധിപത്യ പാർട്ടികൾ പറഞ്ഞത് കോടതി വിധി അയോധ്യ കാര്യത്തിൽ അല്ലെങ്കിൽ രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്കത്തിൽ ഇന്ത്യയിലെ കോടതി വിധിയെ അംഗീകരിക്കണം, അല്ലെങ്കിൽ ഒരു ചർച്ചയിലൂടെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പരിഹാരത്തിലേക്ക് എത്തണം. ഈ രണ്ട് കാര്യങ്ങളും സ്വീകാര്യമായ പരിഹാരത്തിനുള്ള ചർച്ചയും എങ്ങും എത്തിയില്ല. രണ്ട്, കോടതി വിധിയിലൂടെ പരിഹരിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ പോയിട്ട് കർസേവ നടത്തി ബാബറി മസ്ജിദ് തകർക്കുന്നത്. അത് കോടതി വിധി അനുസരിച്ചായിരുന്നു തകർത്തത്. എന്തുകൊണ്ട് കോടതി വിധിക്ക് വേണ്ടി കാത്തിരുന്നുകൂടായിരുന്നു? രണ്ട്, ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് RSSന്റെ നേതാവ് ഭയ്യാജി ജോഷി പറഞ്ഞത് ഇന്ത്യയിലെ സുപ്രീം കോടതി ഞങ്ങളുടെ വാദം മാത്രം കേട്ട്, തങ്ങളുടെ വാദം മാത്രം കേട്ട് വിധി പ്രസ്താവിച്ചുകൊണ്ട് രാമജന്മഭൂമി ക്ഷേത്രത്തിന് ആവശ്യമായ വിധി പ്രസ്താവിക്കണം എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് തത്വോപദേശം നൽകുന്ന RSSന്റെ ദേശീയ നേതാവായ ഭയ്യാജി ജോഷിയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതി തങ്ങളുടെ അഭിഭാഷകരുടെ വാദം മാത്രം കേട്ടാൽ മതി ഏകപക്ഷീയമായിട്ട്, എന്നിട്ട് വിധി അങ്ങ് പറഞ്ഞാൽ മതി എന്നാ പറയുന്നത്. എന്നിട്ട് ആ വിധി പറഞ്ഞ ജഡ്ജിമാർക്ക് പിന്നീട് എന്താ ഉണ്ടായത്? ഒരാൾ രാജ്യസഭയിലെത്തുന്നു, അങ്ങനെ വിവിധ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു, ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പൊ ഇന്ത്യയിലെ ജുഡീഷ്യറിയിലൂടെ അല്ലെങ്കിൽ കോടതി വിധിയിലൂടെ ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നത് സർവേ ഓഫ് ഇന്ത്യയുടെ ഫൈൻഡിങ്സിലൊന്നും ഒന്നും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണോ? അല്ല, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പൊ ഇതുവരെ ഞങ്ങൾ കണക്കാക്കിയത് ഇന്ത്യയിൽ കുറെ BJPയുടെ കുറെ പോഷക സംഘടന ഉണ്ട്, CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിലൊന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ ഞാൻ പറയട്ടെ, എവിടെ ആരോപണം ഉന്നയിക്കുന്നു അവിടെയൊക്കെ തന്നെ ASI തെളിവ് കണ്ടെത്തുകയാണ് ഇതിനനുകൂലമായിട്ട്. ഒരു തരത്തിലുള്ള പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മുഹമ്മദ് സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് പോയി ചോദിക്കാം. അല്ല, ഈ KK മുഹമ്മദും അതേപോലെ തന്നെ പല ആളുകളും വ്യക്തി എന്നാണ്. അല്ല, RSS ആയിട്ട് അങ്ങനെ ഒരു മതത്തിന്റെ പേരിലൊന്നും ആരെയും കാണേണ്ടതില്ല. അങ്ങനെ സുപ്രീം കോടതിയിൽ വിധി പറഞ്ഞതിൽ ഒരു നസീർ എന്ന് പറയാം, ജസ്റ്റിസ് നസീർ ഇല്ലേ, അപ്പൊ ഇതൊന്നും നോക്കണ്ട. അങ്ങനെ ഒരു ആളിന്റെ മതത്തിന്റെ ആൾ എന്നുള്ളതല്ല കാര്യം. ഇവിടെ ഒരു നിയമത്തിന് അതായത് വ്യക്തമായി വാദം കേട്ടുകൊണ്ട് ആ കാര്യം സുപ്രീം കോടതിയുടെ വിധിയിൽ തന്നെ ഇതിൽ ധാരാളം വൈരുദ്ധ്യങ്ങളും പൊരുത്തക്കേടുകളും ഉണ്ട്. എങ്കിലും ഇനി സുപ്രീം കോടതിയുടെ വിധി അങ്ങ് അംഗീകരിക്കാം.
ഒരു ഇന്ത്യയിൽ ഒരു പ്രശ്നം അവസാനിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയെ അംഗീകരിക്കാമെന്ന് ഏതെങ്കിലും തരത്തിൽ തീരുമാനിച്ചാൽ തീരുവോ? അടുത്തത് അതാ വരുന്നു ഗ്യാൻവാബി മസ്ജിദ്, അതിനടുത്തതാ താജ്മഹൽ വരുന്നു, ഇനി കേരളത്തിലേക്ക് വരും, ഇന്ത്യ മുഴുവനും. അതായത് BJPക്ക് ആശയപരമായി നിലനിൽക്കാൻ കഴിയില്ല. ഈ രാജ്യത്തെ ജനങ്ങളോട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, രാഷ്ട്രീയം അതായത് വാജ്പേയിയുടെ കാലത്തുണ്ടായിരുന്ന ജനാധിപത്യ സോഷ്യലിസവും ഗാന്ധിസവും ഒക്കെ എന്നോ BJP ഉപേക്ഷിച്ചു. അത് 1991 മുതൽ BJPയുടെ കൈവശമുള്ളത് ഈ ഒരു മരുന്ന് മാത്ര. സുകുമാർ അഴീക്കോട് പറഞ്ഞതുപോലെ എല്ലാവരും ഇല്ല ഇല്ല എന്ന് പറയുന്നതും എന്നാൽ എല്ലാവരുടെയും മനസ്സിലുള്ളതും എളുപ്പം തൊട്ടുണർത്താവുന്നതുമായ ഒരു വികാരമാണ് വർഗീയത. ആ വർഗീയത തൊട്ടുണർത്തി മാത്രമേ BJPക്ക് വളരാൻ സാധിക്കുള്ളൂ. BJP ആശയ രാഷ്ട്രീയത്തിൽ നിന്ന് പോയി അവർ മാറിക്കഴിഞ്ഞു. അവരിന്ന് കേവലം വർഗീയ രാഷ്ട്രീയത്തിലൂടെ മാത്രം നിലനിൽക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ അതിനെ ഒരു തരത്തിലും അവർ നല്ല രീതിയിലേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. ഇപ്പോഴും കണ്ടില്ലേ, ഇന്നിപ്പോ LK അദ്വാനിക്ക് ഭാരതരത്ന കൊടുത്തുകൊണ്ട് അത് വലിയ സംഭവമായിട്ട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, LK അദ്വാനിയെ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും പോലും ഒഴിപ്പിച്ച് അപമാനിച്ചു വിട്ട ആളുകളാണ് ഇപ്പോൾ ഭാരതരത്ന കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അംഗീകാരം കൊടുത്തു എന്ന് പറയുന്നത്. ഞാനുള്ള സത്യം പറയാം, അവരുടെ കളവെന്ന് പറയാം. ഈ അദ്വാനിയെ ഡൽഹിയിലെ എത്രയും പ്രായത്തിൽ നമ്മളൊരു നോക്കി കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ വാജ്പേയി പ്രധാനമന്ത്രിയായ സമയത്ത് അദ്ദേഹം നടത്തിയ വലിയ മുന്നേറ്റത്തിനെ തുടർന്നാണ് അന്ന് വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത്. ഇന്ന് നരേന്ദ്രമോദി ചെയ്തതുപോലെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കാമായിരുന്നു. അദ്ദേഹം ചെയ്തില്ല. രാഷ്ട്രീയ മാന്യത അത് അങ്ങനെ തന്നെ പറയും. അവിടെ ഒരു രാഷ്ട്രീയ മാന്യത അദ്ദേഹം കാണിച്ചു. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പിന്നീടുള്ള 91 തെരഞ്ഞെടുപ്പിൽ 96 ആ തെരഞ്ഞെടുപ്പില് BJP പരാജയപ്പെടുന്നത് രാജീവ് ഗാന്ധിയുടെ മരണം 91 രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്നാണ് BJP സീറ്റ് കുറയുന്നത്. അപ്പോ പല കാരണങ്ങളെ കൊണ്ട് BJP 2004 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ BJP മാറ്റി നിർത്തപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയമായ, അതായത് മൻമോഹൻ സിംഗിന്റെ ഭരണത്തിനുണ്ടായ ഭരണ നേട്ടം കൊണ്ട് അധികാരത്തിൽ തുടർന്ന് ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് നരേന്ദ്രമോദി ഇദ്ദേഹത്തെ പതിയെ പിടിച്ച് പുറത്താക്കുന്നു. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് സീറ്റ് തന്നെ കൊടുക്കുന്നില്ല. അങ്ങനെ അപമാനിച്ചുകൊണ്ട് പുറത്താക്കപ്പെട്ട ആൾ ഇപ്പൊ ഒരു ഭാരതരത്ന, ഞാൻ ചുരുക്കി പറയാം സമയക്കുറവുണ്ട്, ഇപ്പോഴും ഭാരതരത്ന കൊടുത്തുകൊണ്ട് അതാണ് വലിയ കാര്യം എന്ന് പറയുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ഇനി അപമാനിക്കാനില്ല. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പോലും വരേണ്ട എന്ന് അവിടുത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിച്ച് പിന്നീട് അദ്ദേഹത്തിന് അസുഖമാണ് വരില്ല എന്ന് പറയുന്നു. ഇന്നലെ വളരെ ആരോഗ്യത്തോടു കൂടി അദ്ദേഹം ഇരിക്കുന്നു. ശ്രീ LK അദ്വാനിയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിരിക്കും. അവിടെ ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഒന്ന് പോകാൻ പോലും അനുവദിക്കാതെ അപമാനിച്ച്, എന്നിട്ട് ജനവികാരം എതിരാവും എന്ന് കാണുന്ന ഇന്ത്യയിലെ കേരളരത്ന കൊടുക്കുവോ? അച്യുതാനന്ദൻ ഒരു കേരളരത്ന കൊടുക്കുവോ? അല്ല, അച്യുതാനന്ദന് കൊടുക്കുന്ന അല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മള് ഈ ഇത്രയുമുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി വേദനിപ്പിച്ചപ്പോ രാജ്യത്ത് വലിയൊരു വിഭാഗം BJPയിലുള്ള ആളുകൾ ഇത് ശരിയായില്ല എന്നുള്ളൊരു ചിന്തയെങ്കിലും വന്ന ആളുകളുണ്ട്. ശ്രീ ഗുരുമൂർത്തിക്ക് ഒന്നത് വന്നോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കുറെ നല്ല BJPക്കാർക്ക് കുറെ നല്ല BJPയുടെ പഴയ ആളുകളൊക്കെ തന്നെ അതിൽ സങ്കടപ്പെട്ട ആളുകളുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരം, ഒരു ഭാരതരത്ന കൊടുത്തുകൊണ്ട് ആ വീട്ടിൽ ഇരുന്നോളൂ എന്ന് പറയാൻ. അപ്പൊ ഈ രൂപത്തിലാണ് BJP പോകുന്നത്. അപ്പൊ പരസ്പരം ധാർമ്മികമായ എന്താ പറയാ, യാതൊരു എന്താ പറയാ അന്തസ്സത്തെയും ഇല്ലാതെ, അല്ലെങ്കിൽ അതിന്റെ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. സലീം മടവൂർ, സാദിഖ് അലി തങ്ങളെ പോലുള്ളവർ തിരിച്ചറിയുന്നു യാഥാർത്ഥ്യം. സാദിഖ് അലി തങ്ങളും ലീഗും എന്ന് പറയാം. അവർ പണ്ടും ബാബറി മസ്ജിദിന്റെ ഒക്കെ വിഷയത്തിൽ VP സിംഗിനെ പിന്തുണയ്ക്കാൻ തയ്യാറാവാത്ത ആളുകളാണ്. അവർ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് VP സിംഗിന്റെ ഗവൺമെന്റ് താഴെ പോകുന്ന സമയത്ത് ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കാതെ മാറിയുന്ന ആളുകളാണ്. ആ ഗവൺമെന്റിന് അനുകൂലമായി ആ വിശ്വാസ പ്രമേയത്തിൽ VP സിംഗിനെ പിന്തുണച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞപ്പോൾ അത് കേൾക്കാതിരുന്നത് കൊണ്ടാണ് അന്ന് മുതലാണ് ലീഗ് കേരളത്തില് രാഷ്ട്രീയമായി തകർന്നു തുടങ്ങിയത്. അപ്പൊ അവരിപ്പോഴും എങ്ങനെയെങ്കിലും അധികാരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ നല്ല ആളുകളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അഭിപ്രായങ്ങൾ മാറ്റി പറയാം. അവർ പലതും പറയുന്നുണ്ടാവും. അപ്പൊ അത് വിശകലനം ചെയ്യാനല്ല എന്റെ പണി. ഞങ്ങളുടെ നിലപാട് ഇന്ത്യയിൽ കോടതി മുഖേന തീരണമെന്ന് തന്നെയാണ്. പക്ഷെ ആ ജുഡീഷ്യറിയെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കാതെ സമ്മർദ്ദത്തിലൂടെ, അത് സമ്മർദ്ദമില്ലാതെ അവർക്ക് വിധി പറയാമല്ലോ പഠിച്ചുകൊണ്ട്. ഈ നിങ്ങൾ പറഞ്ഞ പോലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് വെച്ച് വിധി പറയട്ടെ.
കാരണം ഇന്ത്യയില് പുതിയ നിയമത്തെ, അതായത് അല്ല, അതൊക്കെ വെച്ചാണല്ലോ വിധി 1947 മുമ്പുള്ള പറഞ്ഞത്. ആരാധനാലയങ്ങളെ ASIയുടെ ഫൈൻഡിങ്സ് അല്ല ആ വിധിയിലാണ് പറയുന്നത്. ആ വിധിയെ കുറിച്ച് ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ RSS പറയും. സലീം അടവ് കേസിന് പോയവർക്ക് പോലും പ്രശ്നമില്ല. അറിയാലോ, ആ അൻസാരിയുടെ മകനൊക്കെ അല്ലേ അവിടെ നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. അവർക്ക് പ്രശ്നമില്ലാതെ നിങ്ങൾ ഈ കേരളത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന കേരളത്തിലുള്ളവർക്ക് എന്തിനാ ഹാലളകുന്നത്? അൻസാരി ഇത് ഒരു പ്രശ്നം എന്താണെന്നറിയോ? ആ. ഇത് ഈ സുപ്രീം കോടതിയുടെ വിധി ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തെ പ്രശ്നം അവസാനിക്കും വിചാരിച്ച് എല്ലാവരും മിണ്ടാതിരിക്കും. അപ്പോഴാണ് അടുത്തത് നിങ്ങൾ എടുത്തിരുന്നത്. അടുത്തത് ഗ്യാൻവാബി മസ്ജിദ് വരുന്നു, അല്ല, അത് ഇപ്പോൾ താജ്മഹലിലേക്ക് കടക്കുന്നു. കോടതിയുടെ ഡയറക്ഷനിലെ പ്യുവർലി ലീഗൽ സ്റ്റെപ്സ് ആണ് സ്വീകരിക്കുന്നത്. ലീഗൽ അല്ല. അല്ലാതെ അല്ല സലീം അടവ് പണ്ട് മുഗളന്മാർ ചെയ്തതുപോലെ തച്ചുടക്കുകയോ പിടിച്ചെടുക്കലോ ഒന്നും അല്ലല്ലോ. പ്യുവർലി ലീഗൽ സ്റ്റെപ്സ്. അതിനെന്തിനാ നിങ്ങൾ ഇങ്ങനെ ഭയക്കുന്നത്? അല്ല അനിൽ നമ്പ്യാരെ, 7 ദിവസം കൊണ്ടാണ് ആ ഭാഗത്ത് പൂജയ്ക്ക് വേണ്ട സൗകര്യങ്ങളെ കുറിച്ച് ഏർപ്പാട് ചെയ്യണമെന്ന് പറയുന്നത്. അതാണ് 24 മണിക്കൂറിനുള്ളിൽ അതിനൊരു അപ്പീൽ പോകാൻ പോലും അനുവാദം സമയം കൊടുക്കാതെ അവിടെ പൂജ തുടങ്ങുന്നു. ഇനി പതുക്കെ ആ പള്ളി പിടിച്ചെടുക്കുന്നു. പതുക്കെ പിടിച്ചെടുക്കില്ല, കാരണം ഇദ്ദേഹത്തിന് ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഗ്യാൻവാബി മസ്ജിദ് കുറെ കാലം ഇങ്ങനെ പതുക്കെ താങ്കളൊന്ന് അവിടെ പോയി നോക്കണം. വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ആ സന്നിധിയിൽ തിരുമുറ്റത്ത് പോവുകയാണെങ്കിൽ താങ്കൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഇത് മസ്ജിദ് അല്ല മന്ദിറാണെന്ന്. അല്ല അവിടെ പലതരത്തിലുള്ള നിർമ്മാണത്തിലുള്ള സാമ്യം ഉണ്ടാവാം, ഇല്ലാതാവാം. പക്ഷെ അതേക്കുറിച്ച് കോടതികൾ കൃത്യമായിട്ട്, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഹരിയാനയിൽ 5ഓളം മസ്ജിദുകൾ ഇപ്പോൾ ക്ഷേത്രമാണ്. ഹരിയാനയിലെ 5ഓളം പള്ളി, ഹിസാറിലുള്ള ഒരു പള്ളി അടക്കം ഇപ്പോൾ ക്ഷേത്രമാണ്. ധാരാളം ഹിന്ദു ക്ഷേത്രങ്ങൾ നേരത്തെ ബുദ്ധക്ഷേത്രങ്ങളായിരുന്നു. ഇതൊക്കെ മാറ്റിക്കൊടുക്കുക. ഏതെങ്കിലും ഒരു ബുദ്ധമത വിശ്വാസിയെ, ഉദാഹരണത്തിന് ഒറീസയിൽ അശോകന്റെ കാലത്തുള്ള എത്രയോ ബുദ്ധക്ഷേത്രങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ തന്നെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഏതൊക്കെ ക്ഷേത്രങ്ങൾ ഞാൻ ലിസ്റ്റ് തരാം. എനിക്ക് ഒരാൾ റെഡിയാണ്. താങ്കൾ ശ്രീതാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അല്ല ലിസ്റ്റ് തന്നെ തരാൻ തയ്യാറാണ്. ഇന്ന് ഞാൻ തരാനുള്ള സമയമില്ല. ഞാൻ ഓടി വന്ന് ഈ ചർച്ച ഏറ്റതുകൊണ്ട്. അല്ല, ശബരിമലയുടേതല്ല. ഉത്തരേന്ത്യയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒറീസ തൊട്ട് ധാരാളം ബുദ്ധവിഹാരങ്ങൾ മാറ്റി ക്ഷേത്രമാക്കി. അത് കേരളത്തിലുണ്ട്. ഞാനതിന്റെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് ഞാൻ വായിക്കാൻ അടുത്തൊരു ചർച്ചയിൽ ഞാനത് വായിക്കുന്നു. ഞാൻ ഓടി വന്നുകൊണ്ട് നിങ്ങളെ ചർച്ച കയറ്റി വായിക്കുന്നതുകൊണ്ട്, നേരെ വന്ന് കയറിയത് കൊണ്ട് അവർ ലിസ്റ്റ് എടുത്ത് വായിക്കാനുള്ള സൗകര്യം ഇപ്പൊ എനിക്കില്ല. ഞാൻ നേരെ വന്ന് ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് വന്ന് കയറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതേക്കുറിച്ച് ഒരു വാക്ക്, പക്ഷെ വളരെ കൃത്യമാണ്. എത്രയോ ബുദ്ധവിഹാരങ്ങൾ ക്ഷേത്രമാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു ബുദ്ധമത വിശ്വാസി വന്നിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി തരണമെന്നോ മാറ്റി കൊടുക്കാൻ പറ്റുമോ? അപ്പീൽ പോലല്ല. ഈ അപ്പീൽ ഇന്ത്യയില് 947 കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് വെച്ചുകൊണ്ട്, കട്ട് ഓഫ് ഇയർ ആക്കി വെച്ചുകൊണ്ട് അതിന് മുമ്പുള്ളത് നിലനിർത്തുകയല്ലാതെ ഈ ഓരോ ദിവസവും പള്ളിയും ക്ഷേത്രങ്ങളും മാറ്റലാണ് ഈ രാജ്യത്തിന്റെ പണി. അങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? പലതും മാറ്റിയിട്ടുണ്ട്. ധാരാളം ക്ഷേത്രങ്ങൾ. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഔറംഗസേബ്, ഇപ്പോ ഈ ഗ്യാൻവാബി മസ്ജിദ് ഔറംഗസേബ് തകർത്തു നോക്കാൻ നിങ്ങളിപ്പോ ഇവിടെ ആരോപണം വരുന്നത്. ആയിക്കോട്ടെ, ഔറംഗസേബ് സഹായിച്ച എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. ഔറംഗസേബ് ബാലാജി ടെമ്പിൾ ഉണ്ട് അതിന്റെ തൊട്ടടുത്ത്. പിന്നെ ഇവിടെ തന്നെ വാരാണസി അയാൾ ക്ഷേത്രങ്ങൾ തകർത്തിട്ടില്ല. ഉണ്ടാവാം ഇല്ലാന്നൊന്നും പറയാൻ ഞാനാളല്ല. പക്ഷേ അതൊക്കെ തന്നെ ഈ ഏതെങ്കിലും ഒരു ഹിന്ദു ക്ഷേത്രം തകർക്കുക എന്നുള്ള ലക്ഷ്യം ഒന്ന് അക്കാലത്തെ ഭരണകേന്ദ്രങ്ങൾ, മറ്റൊന്ന് ജാട്ട് കലാപുണ്ടായ സമയത്ത് അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജാട്ടുകൾ ഔറംഗസേബിനെതിരെ കലാപുണ്ടായ സമയത്ത് ആ സമയത്തുണ്ടായ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഹിന്ദുമത വിശ്വാസികളുടെ ഒരു ക്ഷേത്രം എന്നുള്ള രൂപത്തിലാണെന്നുള്ള ധാരണ എനിക്കില്ല. അത് ഭരണകൂടങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു വിഭാഗത്തിന്റെ അവർ കേന്ദ്രീകരിച്ചു നിന്നത് ക്ഷേത്രത്തിലായതുകൊണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ അല്ലാതെ ഏതെങ്കിലും ഒരു ക്ഷേത്രം തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നഷ്ടപ്പെട്ടതാർക്കാ? അല്ല, നഷ്ടപ്പെട്ടതെന്ന് പറയാൻ അന്നത്തെ രാജാക്കന്മാര് ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലിന് വേണ്ടിയിട്ട് സൈനികരെ സജ്ജരാക്കിയതൊക്കെ തന്നെ, അല്ലെങ്കിൽ സമ്പത്ത് കേന്ദ്രീകരിച്ചതൊക്കെ തന്നെ പലപ്പോഴും ക്ഷേത്രങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ക്ഷേത്രങ്ങൾക്ക് നേരെ അക്രമം നടന്നിട്ടുണ്ട്. ഇവിടെ ഔറംഗസേബ് തന്നെ ഈ വാരാണസിയിലേക്ക് അദ്ദേഹം ഈ തരത്തിൽ പലപ്പോഴും വന്നത് തന്നെ
അദ്ദേഹത്തിന്റെ മുഖ്യ ശത്രുവായ മൂത്ത ജ്യേഷ്ഠൻ ദാരാ ഷുക്കോവിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ അക്കാലത്ത് വാരാണസിയിലെ ആളുകൾ, വാരാണസി ധാരാളം ബ്രാഹ്മിൺസ്, അവര് ഭാവി പ്രവചിച്ചുകൊണ്ട് തെറ്റായിട്ട് ആളുകളെ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ മറ്റുമൊക്കെ നടത്തിക്കൊണ്ട് വിദൂര ദിക്കുകളിൽ നിന്ന് എല്ലാ ആളുകളും ഈ വാരാണസിയിലേക്ക് വന്നു. അപ്പൊ വാരാണസിയിലുള്ള ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദം അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി അത് എല്ലാ മതക്കാരുണ്ട് എന്ന് പറയുന്നു. എല്ലാ മതക്കാരും വാരാണസിയിൽ വന്നു എന്ന് പറയാം. അപ്പൊ അതിനെതിരെ ഇദ്ദേഹത്തിന്റെ ആക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തെ ലക്ഷ്യം വെച്ചാന്നുള്ള വിശ്വാസം എനിക്കില്ല. ഈ വാരാണസിയിലെ ക്ഷേത്രം ഔറംഗസേബ് ആക്രമിച്ചില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല, കാരണം നമ്മളത് കണ്ടിട്ടില്ല, ചരിത്രത്തിൽ വരേണ്ടതാണ്. നമ്മെ സംബന്ധിച്ച് പറയുന്നത് ഏതെങ്കിലും ഒരു തീയതി വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഈ പ്രശ്നം നിൽക്കണ്ടേ? നമ്മൾ എങ്ങനെ എല്ലാ കാലവും 10, 100, 200 വർഷം ഇന്ത്യ രാജ്യം ഇങ്ങനെ ക്ഷേത്രങ്ങൾ കുറച്ച് ബുദ്ധമതക്കാർ വന്നിട്ട് പഴയത് അങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകുന്ന ആ ചോദ്യത്തിന് ഡോക്ടർ NR മധു മറുപടി നൽകും. ഇത് ഇങ്ങനെ എല്ലാ ദിവസവും അമ്പലത്തിന്റെയും പള്ളിയുടെയും പുറകെ പോയാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ശ്രീ സലീം മടവൂര് പറഞ്ഞു തുടങ്ങിയ ഒരു പോയിന്റിന് ഒരു മറുപടി കൊടുക്കാതെ പറ്റില്ല. ഭയ്യാജി ജോഷി ഏത് കോടതിയിലാണ് ഞങ്ങളുടെ കേസ് മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞത് എന്നങ്ങ് വ്യക്തമാക്കണം. ഒന്ന്, ഭയ്യാജി ജോഷി RSSന്റെ സർക്കാർ അല്ലിപ്പോൾ അദ്ദേഹം സർക്കാർ സ്ഥാനമൊക്കെ ഒഴിഞ്ഞിട്ട് കാലം കുറച്ചായി, പുതിയ ആൾക്കാരാണിപ്പോൾ. അത് ഈ അടിസ്ഥാനപരമായ അറിവില്ലെങ്കിൽ അത് പറയാതിരിക്കണം. ഇനി ഇത് എത്ര കാലം ഇങ്ങനെ തുടരും എന്ന് ചോദിച്ചാൽ, ഈ പ്രക്ഷോഭം നമുക്കറിയാം, അയോധ്യ പ്രക്ഷോഭം മാത്രമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അനുബന്ധ സംഘടനകൾ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അയോധ്യ കാശി പ്രക്ഷോഭവും മധുര പ്രക്ഷോഭവും അങ്ങനെ ഒരു പ്രക്ഷോഭത്തിൻ്റെ തലത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ അവിടെ നടക്കുന്നത് വ്യവഹാരങ്ങളാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പരമോന്നത അധികാരിയായ പൂജനീയ സർസംഘചാലക് പറഞ്ഞിട്ടുണ്ട്, എല്ലാ പള്ളിയുടെയും അടിയിൽ നിങ്ങൾ വിഗ്രഹം തിരയേണ്ടതില്ല. പക്ഷേ അയോധ്യ പ്രക്ഷോഭത്തിന്റെ സമയത്ത് തന്നെ ഹിന്ദുത്വ സംഘടനകൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്, കാശി മധുര ബാക്കി ഹേ. ആ കാശിയെ സംബന്ധിച്ചും മധുരയെ സംബന്ധിച്ചും ഹിന്ദുക്കൾക്ക് അങ്ങേയറ്റത്തെ വൈകാരികതയുള്ള കേന്ദ്രങ്ങളാണ്. ആ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ കുറച്ചു മുമ്പ് ചർച്ച ചെയ്തപ്പോൾ അങ്ങ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുത്തബ് മീനാറിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു, താജ്മഹലിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഈ കുത്തബ് മീനാറിൽ ഞാൻ നേരിട്ടെടുത്ത ഫോട്ടോയെ കുറിച്ച് പറഞ്ഞു. അവിടെ ഗണപതിയുടെ വിഗ്രഹമുണ്ട്, സാലഭഞ്ജികയുടെ വിഗ്രഹമുണ്ട്, നിങ്ങൾ പറഞ്ഞല്ലോ സാക്ഷാൽ ബുദ്ധന്റെ വിഗ്രഹമുണ്ട്. പിന്നെ ഈ ബുദ്ധവിഹാരങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഈ വ്യാകുലത കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു ആ ബാമിയാൻ ബുദ്ധപ്രതിമ തകർത്തപ്പോൾ? അഫ്ഗാനിസ്ഥാനിലെ താലിബാനിസ്റ്റുകൾ ആ ബാമിയാൻ ബുദ്ധപ്രതിമ തകർത്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളെപ്പോലെയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഒന്ന് കമാന്ന് മിണ്ടിയില്ലല്ലോ. ഹിന്ദു ക്ഷേത്രങ്ങളുടെ അടിയിൽ ബുദ്ധപ്രതിമയാണെന്ന് പറയുമ്പോൾ സുഹൃത്തെ, ഇത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ ആ രാമലല്ലയുടെ പ്രഭാമണ്ഡലത്തിലെ ഒരു വിഗ്രഹം ബുദ്ധനാണ്. ഈ ബുദ്ധമതം എന്ന് പറയുന്നത്, ബുദ്ധവിശ്വാസം എന്ന് പറയുന്നത് ഹിന്ദുവിന് അന്യമൊന്നുമല്ല. ആ ബുദ്ധനെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾ. അല്ലാതെ ബുദ്ധ വിഗ്രഹങ്ങൾ അടിച്ചുടച്ചവർ ഇന്ന് ബുദ്ധ വിഗ്രഹങ്ങൾ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ അടിയിലുണ്ടെന്ന് വിലപിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഈ ശൃഗാല തന്ത്രമൊക്കെ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് മനസ്സിലാവും. ബുദ്ധനെ ആരാധിക്കുന്നവരാണ് ഹിന്ദുക്കൾ. അഹിംസാ സിദ്ധാന്തം ഇന്ന് ഹിന്ദു സമൂഹം ആചരിക്കുന്നത് ബുദ്ധ സംസ്കാരത്തിൽ നിന്നാണ്. ആ ബുദ്ധനെ ദശാവതാരങ്ങൾ ഒന്നായിട്ട് ഇതാ ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ നടത്തിയ രാമലല്ലയുടെ വിഗ്രഹത്തിലെ പ്രഭാമണ്ഡലത്തിലെ ഒരവതാര വിഗ്രഹം ബുദ്ധനാണ് സഹോദര. അപ്പോൾ നിങ്ങൾ ഈ ഹിന്ദു ക്ഷേത്രങ്ങളുടെ അടിയിലെല്ലാം ബുദ്ധവിഗ്രഹമുണ്ട്, ബുദ്ധവിഗ്രഹങ്ങളെ തകർത്തു എന്നൊക്കെ വിലപിക്കുമ്പോൾ ബാമിയാൻ ബുദ്ധപ്രതിമ 52 അടി ഉയരം ഉണ്ടായിരുന്ന ബാമിയാൻ ബുദ്ധപ്രതിമയെ താലിബാനിസ്റ്റുകൾ തകർത്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഇനി വേണ്ട, ഈ അയോധ്യയിൽ കൃത്യം 10 കിലോമീറ്റർ അപ്പുറത്ത് അടിച്ചുടച്ചിട്ടിരിക്കുന്ന മുസ്ലിം അക്രമകാർ, നിങ്ങൾക്ക് സംശയമുണ്ട് ഈ ഇവർ തകർത്തോ ഇല്ലയോ എന്നൊക്കെ. എന്തിനായിരുന്നു ഈ ബുദ്ധവിഹാരങ്ങൾ മുഴുവൻ തകർത്തത്? ഔറംഗസേബിന്റെ കാലത്ത് തകർത്താണ്. ഒന്നാന്തരം ബുദ്ധവിഹാരങ്ങൾ അവിടെ തകർത്തിട്ടിരിക്കുകയാണ്. അവരെന്തുകൊണ്ട് അത് വീണ്ടെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോൾ പുരാവസ്തു വകുപ്പിന്റെ കയ്യില സമരം ചെയ്യാത്തതെന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള ബലമില്ലാത്തതുകൊണ്ടാണ്. ഹിന്ദു സമൂഹത്തിന് അതിനുള്ള ബലമുണ്ട്. ഇനി ഈ ബാമിയാൻ ബുദ്ധപ്രതിമയുടെ റെപ്ലിക്ക അവിടെ തായ്ലൻഡ് ഗവൺമെന്റ് കൊണ്ട് സ്ഥാപിച്ചിരിക്കുക. അയോധ്യയിലെ കാര്യം ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ താലിബാൻ തകർത്ത 52 അടി ഉയരമുള്ള ബുദ്ധപ്രതിമയെ ഇവിടെ അയോധ്യയിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ഭാരത സർക്കാരിന്റെ പിന്തുണയോടുകൂടി. നിങ്ങൾ ഏത് ഗവൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത്? അപ്പൊ അതുകൊണ്ട് ഈ അറിവില്ലാത്ത കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായി ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ചരിത്രത്തിന്റെ വസ്തുതകളുടെ തെളിവ് വെച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ച നടത്തുന്നത്. അതല്ല ഊഹാഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയരുത് ഇത്തരം ഒരു ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട്. എന്തായാലും സാദിഖ് അലി തങ്ങളെപ്പോലുള്ള വിവേകശാലികൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്. എഡിറ്റേഴ്സ് ചോയ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.